ഹലോ, ഞാനിന്നിവിടെ കാണിക്കുന്നത് ആടിനെങ്ങനെ മരുന്ന് കൊടുക്കണമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിനെ ഇണക്കിയെടുക്കുന്നത്. ഇതിപ്പം കാൽസ്യത്തിൻ്റെ മരുന്നാണ്. ഇത് ഞാൻ ആടുകൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ ശീലിപ്പിച്ചേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഇതൊരു സിറിഞ്ചാണ്. ഇതിൻ്റെ സൂചി ഇതിലില്ല. കണ്ടോ, ഒരു മരുന്ന് കുടിക്കാനായിട്ട് ധൃതി കൂട്ടുന്നുണ്ടോ. നമ്മൾ വായിലും പിടിക്കണ്ട, ഒന്നും പിടിക്കണ്ട. അതുപോലെ അടുത്ത് തന്നെ കാണിച്ചു തരാം. ഞാൻ മരുന്നുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ആടുകളെ ഇണക്കി എടുക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. ഇത് നല്ലൊരു നമുക്ക് ആടുകൾക്ക് മരുന്ന് കൊടുക്കാനായിട്ടൊന്നും നമുക്കൊരു പ്രയാസവും ഇല്ല. അവർക്കൊരു കാൽസ്യത്തിൻ്റെ മരുന്നാണെങ്കിലും വയറ്റിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഇച്ചിരി മരുന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവരെ ബലം പിടിച്ച് നമ്മളിപ്പോൾ ഞാൻ വേറെ ഉള്ളിടത്തുനിന്ന് ആടുകളെ മേടിച്ച് വളർത്തിയിട്ടുണ്ട്. പക്ഷെ അവർ കറക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ ഇങ്ങനെ ഒന്നും മുഖത്ത് പിടിപ്പിക്കാനോ ഒന്നും സമ്മതിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് നമ്മൾ പിന്നെ അതിനെ കൊടുത്ത് കളയുകയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ അവരെ കറക്കാനൊന്നും സമ്മതിക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ആട് വളർത്തലൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് തീരും. അപ്പോൾ ഇപ്പം നമ്മൾ ചെറുപ്പം മുതൽ ഇതുങ്ങളെ ഇങ്ങനെ പരിശീലിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ അവർ നന്നായിട്ട് അടുത്ത് നമ്മളോട് നല്ല സ്നേഹത്തിൽ ഇതുപോലെ നമുക്ക് വിഷമമൊന്നുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ വിഷമങ്ങളില്ലാതെ ഒരാടിനെ വളർത്താം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ എളുപ്പമുള്ള ഞാനിവിടെ കാണിക്കുന്ന വീഡിയോകളിലെല്ലാം ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് പണി എളുപ്പമാക്കി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ കാര്യങ്ങൾ നടത്തുന്നത്. നമുക്കിവിടെ സഹായികളൊന്നുമില്ല. എൻ്റെ കൂട്ടിലിപ്പം 15 വലിയ ആടുകളും 10 ചെറിയ ആടുകളും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഇത്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് മഴ തോരാത്ത മഴയാണ്. ഇവർക്ക് ഞാൻ കച്ചിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മഴയുള്ളത് കൊണ്ട് കണ്ടോ, ഒരുത്തി ഇവിടെ കൂട്ടിനകത്ത് പുല്ലുകൂട്ടിനകത്ത് കയറി നിൽക്കുക. അവൾക്ക് സുഖമായിട്ട് കിടപ്പിന് സുഖത്തിന് വേണ്ടിയിട്ടാണ് അവൾ കയറി വന്നിരിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ പച്ചപ്പുല്ലൊന്നും നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇത്ര നനഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആടുകൾ പറിച്ചു കൊണ്ടിട്ട് കഴിഞ്ഞാൽ തിന്നത്തുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവർക്ക് വെള്ളം കൂടെ കുടിച്ച് കഴിയുമ്പോൾ അവർക്ക് വയറ് നിറയാനായിട്ടുണ്ട്. പിന്നെ ചക്കമടൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടാമെങ്കിൽ നല്ലതാണ്. അവരത് നന്നായിട്ട് തിന്നോളും. അപ്പം നന്നായിട്ട് അരിഞ്ഞിട്ട് ശകല ഉപ്പുപൊടി ഒക്കെ തൂളി അവർക്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവരത് മുഴുവൻ എല്ലാ കച്ചിക്കകത്തോട്ട് ഇട്ടാലും മതി. അവരത് മുഴുവൻ കടിച്ച് തിന്നിട്ട് വയറ് നിറച്ചിട്ട് മര്യാദയ്ക്ക് കിടന്നുള്ളൂ. ഒരു അലമ്പും ഇല്ല, ശല്യവും ഇല്ല, കാർച്ചയില്ല, ബഹളമില്ല. ഇത്രയും പേരുണ്ടെങ്കിൽ ഇവിടെ ഒരു ബഹളങ്ങളും ഇല്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ എല്ലാം പോകുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത്, ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അത്രയും കാര്യങ്ങളും വളരെ കണിശമായിട്ട് നിങ്ങൾ